Hello everyone, welcome to Kerala IAS Academy. ഇന്ന് തൊട്ട് നമ്മൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയുടെ സ്റ്റാറ്റിക് പോർഷൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുകയാണ്. സോ ആസ് യൂഷ്വൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പോഴും ഫസ്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് മൊത്തമായിട്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ എക്സാമിനേഷന് എന്തുമാത്രം പ്രയോജനപ്പെടുമെന്നുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് വാസ്റ്റ് സബ്ജക്റ്റ് അല്ലേ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെങ്കിൽ ഈ സബ്ജക്റ്റ് നിങ്ങൾ മാസ്റ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ പഠിച്ച് വന്നു കഴിഞ്ഞാൽ, ഐ ക്യാൻ ഗ്യാരണ്ടി യു വൺ തിങ്, ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇമെൻസ്ലി ഇൻ ദിസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ പല പോർഷൻസിലും നിങ്ങളെ പല ഏരിയാസിലും സ്റ്റേജസിലും നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട്. ദാറ്റ് ഇസ് വൈ നോർമലി ഇപ്പോൾ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന പൊളിറ്റി വെച്ചിട്ട് തന്നെയാണ്. കാരണം ബാക്കിയുള്ള സബ്ജക്ട്സിൽ ഇത് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ബട്ട് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ സിംപിളി ബേസിക്കായിട്ട് എടുക്കണ്ട. നമുക്കത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം വൈ പൊളിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്കറിയാം UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. യു ഹാവ് പ്രിലിംസ്, യു ഹാവ് മെയിൻസ് ആൻഡ് യു ഹാവ് ഇൻ്റർവ്യൂ അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് പ്രിലിംസ്. പ്രിലിംസിൻ്റെ ഒരു GS പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 മാത്രമാണ് നമ്മുടെ പ്രിലിംസിൻ്റെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്, അല്ലെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യാൻ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഉള്ളത് 100 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. 100 ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ഈച്ച് 200 മാർക്സ് ആണ്. അതിൽ 100 മാർക്സോളമാണ് നോർമലായിട്ടുള്ള കട്ട് ഓഫ് വരുന്നത്. സോ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രിലിംസിൻ്റെ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ തിങ് യു ക്യാൻ ആക്ച്വലി സീ ഹിയർ ഇസ് ദാറ്റ് ഔട്ട് ഓഫ് ദ 100 ക്വസ്റ്റ്യൻസ് അറൗണ്ട് 15 to 22 ക്വസ്റ്റ്യൻസ്, 15 തൊട്ട് 22 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നത് പൊളിറ്റിയിൽ നിന്നാണ് ഡയറക്റ്റായിട്ട്. സോ ഈ 22 ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് 20 ക്വസ്റ്റ്യൻസ്, ഒരു ആവറേജ് 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 into 2 വിച്ച് ഈസ് ഈക്വൽ ടു 40 മാർക്സ്. 200-ൽ 40 മാർക്കും വരുന്നത് പൊളിറ്റിയിൽ നിന്നാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം. Prelims is sort of a factual information based, correct information based ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. ആൻഡ് ദ ഗുഡ് തിങ് അബൌട്ട് പൊളിറ്റി ഇസ് ദാറ്റ് ഇഫ് യു സ്റ്റഡി ഇറ്റ് വൺസ്, നല്ല രീതിയിൽ നിങ്ങൾ ഇത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി പൊളിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ വേറെ സബ്ജക്ട്സ് ഒക്കെ പറയുമ്പോൾ, എക്കണോമിക്സ് ഒക്കെ പറയുമ്പോൾ ചിലർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ഭയങ്കര കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. പക്ഷെങ്കിൽ ആസ് ഫാർ എസ് പൊളിറ്റി ഈസ് കൺസേൺഡ്, നമ്മൾ ഈ പറയുന്ന ഈ ഒരു പ്രിസ്ക്രൈബ് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, വിച്ച് മീൻസ് യു ആർ ഗെറ്റിംഗ് 40 മാർക്സ്. ഇനി നമ്മുടെ കട്ട് ഓഫ് എത്രയാണ്? ജസ്റ്റ് 100 മാർക്സ് ആണ്. 100-ൽ നിങ്ങൾക്ക് ഈ 40 മാർക്ക് ഡയറക്റ്റായിട്ട് പൊളിറ്റിയിൽ നിന്ന് കിട്ടുകഴിഞ്ഞാൽ, പൊളിറ്റി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40% ഓഫ് യുവർ തിങ് ഇസ് ഡൺ ഫോർ പ്രിലിംസ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റി ഇൻ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു ഇമ്മൻസ്ലി ഹെൽപ്പ് യു ഇൻ ദ പ്രിലിംസ് എക്സാമിനേഷൻ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് യുവർ മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷൻ്റെ അകത്ത് പൊളിറ്റി വരുന്നത് GS2, ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് പൊളിറ്റി ആൻഡ് ഗവേണൻസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ദെൻ യു ഹാവ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. സോ GS2 ടോട്ടൽ മാർക്സ് വരുന്നത് 250 മാർക്സ് ആണല്ലോ. ഈ 250 മാർക്കിനകത്തും ഈ 4 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ കൂടിയും മെയിൻലി പൊളിറ്റിയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 150 മാർക്സ് ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? കാരണം നമ്മൾ ഈ പറയുന്ന ടോട്ടൽ മെയിൻസ് 1750 മാർക്കിൽ കട്ട് ഓഫ് വരുന്നത് ഓൾമോസ്റ്റ് 700 മാർക്കൊക്കെയാണ്. അതിൻ്റെ അത് 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? പൊളിറ്റിയിൽ നിന്ന് തന്നെയാണ്. വിച്ച് മീൻസ് ദാറ്റ് ഫോർ യുവർ മെയിൻസ് ഓൾസോ പൊളിറ്റി പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. സിമിലർലി GS പേപ്പർ 2-ൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു പേപ്പർ ഉണ്ടല്ലോ, SA പേപ്പർ. SA പേപ്പറിന് എത്ര മാർക്കുണ്ട്? 250 മാർക്സ് ആണ്. സോ SA പേപ്പേഴ്സ് ഇസ് ഗോയിങ് ടു ബി ജനറൽ ടോപ്പിക്സ്. ബട്ട് ഈ ജനറൽ ടോപ്പിക്സ് എഴുതുമ്പോഴും നിങ്ങൾക്ക് പൊളിറ്റിക്കകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ്സേനെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സോ let me guarantee you, if polity is going to be interesting for you, if you take it, if you study it interestingly, your UPSC journey, complete journey is going to be very 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 easy. Okay, now keeping that in mind, let's go to the third stage of UPSC, and that is interview. Interview നമുക്കറിയാം, ഇൻ്റർവ്യൂവിൽ മെയിൻലി കുറേയൊക്കെ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ പൊളിറ്റി കറണ്ട് അഫയേഴ്സ് ഓൾസോ ഇവോൾവിങ്. സോ ആ രീതിയിൽ നോക്കുമ്പം പൊളിറ്റിനെ കുറിച്ചുള്ള പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ അതിനെ അപ്ലൈ ചെയ്ത് ആ ഒരു നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയും കൂടെ ഈ സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് ലെറ്റ് ഇറ്റ് ബി പ്രിലിംസ്, ലെറ്റ് ഇറ്റ് ബി മെയിൻസിൻ്റെ GS പേപ്പർ 2 ആണെങ്കിലും SA പേപ്പർ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ
ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുമ്പോഴാണെങ്കിലും what you can identify from whatever I have told now is that polity is going to be a very, very important part. മനസ്സിലായില്ലേ? Because this is going to help you immensely in your journey. So we have proved one thing. Indian polity is very, very important. Let's put it in stars. നമ്മൾ പല എഴുതത്തില്ലേ, നമ്മൾ നോട്ടിൻ്റെ സൈഡിലൊക്കെ എഴുതുക, Indian polity is going to be very, very important. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അതായത് പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് പൊളിറ്റിയുടെ സിലബസ് എന്താണ്, സിലബസ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ബുക്സാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. സോ അടുത്തതായിട്ട് നമുക്ക് ആക്ച്വലി UPSC CSE പ്രിലിംസിനും മെയിൻസിനും പൊളിറ്റിയുടെ സിലബസ് എന്താണെന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നിങ്ങളിവിടെ കാണുന്ന പോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ സിലബസ് ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ, so when you read it, നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്, ഇന്ത്യ വേൾഡ് ജിയോഗ്രഫി. സോ പൊളിറ്റിയുടെ പാർട്ട് വരുന്നത് ഇസ് ഹിയർ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, യു ഹവ് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്. ഇങ്ങനെ ഒരു 5-6 വാക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആദ്യമേ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എക്സെട്രാ കൂടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് പ്രിലിംസിൻ്റെ സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റില്ല എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം. ജസ്റ്റ് ഈ ഒരു 5 കാര്യങ്ങൾ മാത്രം നമുക്ക് എന്താണ് പൊളിറ്റിയിൽ പഠിക്കാൻ പറ്റില്ല, അല്ലേ? ഇതിനപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം 100% നമുക്കറിയാം. ഈവൻ നമ്മൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തൊന്നും മാത്രമല്ല, ഇതൊരു ബ്രോഡായിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇതിൽ നിന്നൊരു മൈക്രോ അനാലിസിസ് നടത്തുന്നതിന് അത് അർത്ഥമില്ല. എനിവേസ് ഒരേ ഒരു കാര്യം വാട്ട് യു ക്യാൻ ഇൻഫർ ഇസ് ഇന്ത്യൻ പൊളിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പ്രിലിംസിന് വരും. ദാറ്റ് ഈസ് ദെയർ ബിക്കോസ് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രിലിംസിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബട്ട് വെൻ യു കം ടു ദ മെയിൻസ് പേപ്പർ, GS പേപ്പർ, മെയിൻസിൻ്റെ GS പേപ്പർ 2ൻ്റെ അകത്ത് നമ്മൾ പൊളിറ്റി വരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വി സെഡ് യു ഹാവ് പൊളിറ്റി, യു ഹാവ് ഗവേണൻസ് ആൻഡ് ദെൻ യു ഹാഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, യു ഹാഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇത്രയാണ് പറഞ്ഞിരുന്നത്. ബട്ട് അതിൻ്റെ അകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, എവല്യൂഷൻസ്, ഫീച്ചേഴ്സ്, അമെൻമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും. സോ ഇത് നമ്മൾ മൊത്തം വായിച്ചുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ല, നിങ്ങൾ എനിവേസ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക എന്താണെന്നുള്ള കാര്യം. ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനൊരു അനാലിസിസ് ബേസിക്കായിട്ട് പറഞ്ഞു തരാം. ഇഫ് യു അനലൈസ് ദ ഹോൾ സബ്ജക്റ്റ്, ഈ ഒരു ഹോൾ സിലബസിനെ അനലൈസ് ചെയ്താൽ ദ മെയിൻ സിലബസ് ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻടു 3. സോ പൊളിറ്റി മെയിൻ സിലബസ്, ഞാൻ ഗവേണൻസ് എന്ന് പറഞ്ഞ പോർഷനെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ മാത്രം ആണ് പൊളിറ്റിയുടെ മെയിൻ സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. One is the whole of the constitution, which means that കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള സകലമാന ഡീറ്റെയിൽസും നമ്മൾ ഈ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. സെക്കൻഡ് വൺ ഇസ് ലോസ് ഓർ ബിൽസ്. എന്ന് കഴിഞ്ഞാൽ ലോയും ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പാർലമെൻറ്റിൽ ഒരു ലോ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ അതൊരു ബില്ലാണ്. ആ ബില്ലിനെ പാർലമെൻറ്റ് പാസ്സായി കഴിയുമ്പോൾ അതൊരു ലോ ആയി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സിൽ കേൾക്കുന്ന പല ടേംസും നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ പൊളിറ്റി പഠിക്കാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അൺഫെമിലിയർ ആയിട്ട് തോന്നിയേക്കാം. ഡോണ്ട് ഗെറ്റ് ഡിസ്ഹാർട്ടൻഡ്. ഈ എല്ലാ വാക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. സോ ദാറ്റ് ബൈ ദ ടൈം ഒരു പകുതിയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേനും നിങ്ങൾ എക്സ്പേർട്സ് ആയിരിക്കും. സോ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. പൊളിറ്റി, I can assure you, is going to be a very interesting topic for you. Just follow the classes and just follow whatever we are actually advocating to you. Okay. So laws and bills, parliament law എന്ന് പറയുമ്പോൾ ആധാർ ആക്ട്, അപ്പോൾ ലോ മേ ബി ലോ വേറൊരു പേരിൽ നമുക്ക് പറയാം ആക്ട് എന്ന് പറയാം, ലോ ഓർ ആക്ട്. ആധാർ ആക്ട് എന്ന് പറയുന്ന പോലെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, CAA, അങ്ങനത്തെ ആക്ടുകൾ. ഓൾസോ യു ഹാവ് ബിൽസ്. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ബില്ല് വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അല്ലേ, ക്രിപ്റ്റോ കറൻസി ബില്ല് വരാൻ പോകും. സോ അങ്ങനെ ചില ബിൽസ്, അതായത് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേന് അത് ആക്ട് ആയില്ലെങ്കിൽ കൂടിയും ഓൾറെഡി ബില്ലായിട്ട് നിൽക്കുന്നതാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മൊത്തമായിട്ട് പഠിക്കണം. രണ്ടാമത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ആക്ടുകളെക്കുറിച്ചും പാർലമെൻറ്റിൽ പെൻഡിങ് ആയിട്ടുള്ള ബില്ലുകളെക്കുറിച്ചും നമ്മൾ പഠിക്കണം. ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് യു ഹാവ് ടു ബേസിക്കലി സ്റ്റഡീസ് അബൌട്ട് ജുഡീഷ്യൽ വേർഡിക്ട്സ്. ജുഡീഷ്യൽ വേർഡിക്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ആ ഒരു വർഷം, അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഇത് ഈസി ആയിട്ട് പഠിക്കുന്നത്, ആ ഒരു വർഷം പാസ്സാക്കുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ, വേർഡിക്ട്സ് ഉണ്ട്, വിധി പറയുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. ഇത്
പൊളിറ്റിയുടെ കറണ്ട് അഫയേഴ്സിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, സോ ഇതെന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തെ മാത്രമല്ല, അതല്ലാതെ തന്നെ ഇൻ ദ കോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തതിന് ശേഷം ഇന്ന് വരെ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം വരെ പല വളരെ ഫേമസ് ആയിട്ടുള്ള സുപ്രീം കോർട്ടിൻ്റെ വിധികളുണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മൾ കേശവാനന്ദ ഭാരതി കേസ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ഗോലക്നാഥ് കേസ്, SR ബൊമ്മൈ കേസ്, ഇങ്ങനെ പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ടിൻ്റെ വിധികളുണ്ട്. അതും നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. സോ മെയിൻസിൻ്റെ സിലബസ് അനലൈസ് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പൊളിറ്റി ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് 3 things. 1 thing you have to study the കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ആൻഡ് ഔട്ട്, ഓരോ ആർട്ടിക്കിൾസ് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് എന്ത് സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കോൺസെപ്ച്വൽ രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിയാമ്പിളിൻ്റെ അത് സോഷ്യലിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സോഷ്യലിസം, അത് മനസ്സിലായിരിക്കും. എന്താണ് ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാരുടെ മനസ്സിൽ എന്തായിരുന്നു ആ സമയം ഉണ്ടാക്കുന്നത്, അവരുടെ ഐഡിയൽസ് എന്തൊക്കെ, അങ്ങനത്തെ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇൻ ആൻഡ് ഔട്ട് ഓൾമോസ്റ്റ് 80% ഓഫ് പൊളിറ്റി ഈസ് ഗോയിങ് ടു ബി അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഡിഫറെൻറ്റ് പാർട്സ്, ഷെഡ്യൂൾസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ വർഷമോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ലോസും പാർലമെൻറ്റ് പാസ്സാക്കിയ ലോസും അല്ലെങ്കിൽ ആക്ടുകളും, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പെൻഡിങ് ആയിട്ടുള്ള ബില്ലുകളും പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ജുഡീഷ്യൽ വേർഡിക്ട്സ്, ഓരോ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും നമുക്ക് ആ വർഷങ്ങളിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ എറിച്ചു നിൽക്കുന്ന നമ്മുടെ വേർഡിക്സിനെ കുറിച്ച്, നമ്മുടെ വിധികളെക്കുറിച്ചും കൂടെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കണം. സോ ഇതാണ് നമുക്ക് മെയിൻസിൻ്റെ സിലബസ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. സോ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രിലിംസിൻ്റെ സിലബസിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ആസ് ഫാർ എസ് മെയിൻസ് ഇസ് കൺസേൺ, വി അണ്ടർസ്റ്റുഡ് വി ഹാവ് ടു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എല്ലാം വരും കേട്ടോ. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് രാജ്, പൊളിറ്റിക്കൽ സിസ്റ്റം, സ്റ്റേറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, യൂണിയൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, പ്രസിഡന്റ് എന്താണ്, ഗവർണർ എന്താണ്, പ്രൈം മിനിസ്റ്റർ എന്താണ്, ഇതെല്ലാം പാർട്ട് ഓഫ് എന്ത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങളുടെയും ക്രിട്ടിക്കലായിട്ടുള്ള അനാലിസിസ്, അതായത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റുള്ള രീതിയിലായിരിക്കും മെയിൻസിലെ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേങ്കിൽ പ്രിലിംസ് എന്ത് വരും, ഈ പറഞ്ഞേക്കുന്ന 3 കാര്യങ്ങളുടെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് വരും. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി. നൗ ഫ്രം വെയർ ടു സ്റ്റഡി ദിസ് ടോപ്പിക്സ്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ്, നമ്മൾ സ്റ്റാറ്റിക് പോർഷൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ലാതെ ബേസിക്കായിട്ട് യു ഹാവ് 2 books ടു സ്റ്റഡി. ഓക്കെ, സോ ഫസ്റ്റ് ബുക്സ് ഇസ് ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഇത് സിവിൽ സർവീസ് പഠിക്കുന്ന ഏതൊരു ആസ്പിറൻറ്റിനെയും പറയുന്നത് ഇറ്റ് ഇസ് ദ ബൈബിൾ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ലക്ഷ്മികാന്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഒത്തിരി ഇൻഫർമേഷൻ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും. ഈ ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ലക്ഷ്മികാന്ത് വായിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യനേ ഇല്ല. യു ഹാവ് ടു റീഡ് ലക്ഷ്മികാന്ത്. യു വാച്ച് അവർ ക്ലാസ്സസ്. ആ പോർഷൻ ലക്ഷ്മികാന്തിലുള്ള കാര്യങ്ങൾ വായിച്ച് നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒത്തിരി ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്, ഈ ഡയറക്റ്റായിട്ട് പ്രിലിംസിന് ചോദിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ലക്ഷ്മികാന്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സോ യു ഹാവ് ടു സ്റ്റഡി ലക്ഷ്മികാന്ത്. ബട്ട് വാട്ട് ഐ വിൽ ഓൾസോ അഡ്വക്കേറ്റ് ഇസ് ദാറ്റ് 11th സ്റ്റാൻഡേർഡ് NCERTയുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം, ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക്. Why do you need to study that? That book is written in a very very interesting way, such that ഈ കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് ഇതുണ്ടാക്കിയപ്പോഴും ഇത് വന്നപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി NCERT തന്നെ വായിക്കണം. NCERT വായിച്ചു കഴിയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരുന്ന ആൾക്കാർ, ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റുകൾ, നമ്മുടെ ഫോർ ഫാദേഴ്സിൻ്റെ വിഷൻ എന്തുവായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കഥ വായിക്കുന്ന പോലെ നിങ്ങൾക്കത് വായിച്ചു പോയതിന് ശേഷം നിങ്ങളൊരു പക്ഷേ ലക്ഷ്മികാന്ത് വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡു യുവർ പ്രിപ്പറേഷൻ. ദിസ് ആർ ദ 2 books that you are going to read. But one more thing that I have to severely emphasize, current affairs is very 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 important, be it your prelims, mains and interview. So daily newspaper reading is a must. കാരണം ഇന്ത്യൻ പൊളിറ്റിനെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ വായിക്കണം. When I say newspaper, you don't have to read too many newspapers. One newspaper a day. One newspaper, you stick on to that newspaper. So what we advocate is the ഹിന്ദു ആണ് നോർമലി UPSCക്ക് പഠിക്കുന്ന എല്ലാ ആസ്പിറൻസും വായിക്കുന്നത് ഹിന്ദു ആണ്. അല്ലെങ്കിൽ യു ക്യാൻ റീഡ് ഇന്ത്യൻ എക്സ്പ്രസ്. ഇഫ് ഹിന്ദുവിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഇസ് എ ലിറ്റിൽ മോർ സിംപ്ലർ ലാംഗ്വേജ്. സോ ഇഫ് യു വാണ്ട് ടു റീഡ് ഇന്ത്യൻ എക്സ്പ്രസ്, നോ വറീസ്. ബട്ട് വൺസ് യു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഒരു ദിവസം ഹിന്ദു, ഒരു ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്, ആ രീതിയിൽ വായിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങളുടെ പോകും. സോ
ന്യൂസ് നിന്ന് what you will get is current affairs. Okay, so this is going to be your strategy. നമ്മൾ ഇന്ത്യൻ പൊളിറ്റി അടുത്ത ക്ലാസ് തൊട്ട് നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ദ വേ യു ആർ ഗോയിങ് ടു ആക്ച്വലി സ്റ്റഡി. സോ നമ്മൾ എന്തുകൊണ്ട് പ്രിലിംസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്കകത്ത് നമ്മൾ UPSC സിവിൽ സർവീസിന് വേണ്ടി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ആക്ച്വൽ പോർഷൻസ്. താങ്ക് യു.